ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് കുറച്ച് വേസ്റ്റ് ആയ സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പോണ 2-3 ക്രാഫ്റ്റ് ആണ്. ഫസ്റ്റ് അതിനായിട്ട് നമ്മൾ കടലയുടെ തോട്, കടല കഴിക്കുമ്പോൾ അതിൻ്റെ തോടൊക്കെ ഉണക്കിയിട്ട് വൃത്തിയാക്കി വെക്കുക, നീറ്റാക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ കളർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്, പിന്നെ യെല്ലോയും ഗോൾഡൻ കളർ ഡാർക്ക് ബ്ലൂവും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പിക്ചർ വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു പീക്കോക്കിൻ്റെ പിക്ചറാണ് വരച്ച് കൊടുക്കുന്നത്. ലൈറ്റ് ബ്ലൂ കളർ ഫുള്ളായിട്ട് കൊടുത്തതിന് ശേഷം സൈഡിലേക്കായിട്ട് ഡാർക്ക് ബ്ലൂ കൊടുക്കുന്നുണ്ട്, പിന്നെ ബ്ലാക്ക് കളർ കൂടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബ്രൗൺ കളർ കൊക്കും അതുപോലെ കാലും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തലയുടെ മുകൾ വശത്തേക്കായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് വെച്ചിട്ട് കണ്ണൊന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു 3/4 ഭാഗമാവും. പിന്നെ നമ്മൾ സെപ്പറേഷൻ ആയിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ പൊടി കൈകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അതിന് ചിറക് ഭാഗം കൂടി സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു വൈറ്റ് പെയിന്റ് എടുത്തിട്ട് ഇതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പീലിയുള്ള ഭാഗത്തേക്കായിട്ട് ഫുള്ളായിട്ട് ലൈറ്റ് ഗ്രീൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത് വെച്ച ആ ഒരു പീനട്ടിന്റെ തോടുണ്ടല്ലോ, ഈ ഗ്രീൻ കളർ പെയിന്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കും. മാക്സിമം ഗ്യാപ്പ് ഇല്ലാതെ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫുള്ളായി ഒട്ടിച്ചു കഴിയുമ്പോൾ മയിലിന്റെ പീലി പോലെ ചെറുതായിട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിയിലേക്കായിട്ട് നമ്മൾ ചെറിയൊരു പുല്ലും മുകളിലേക്കായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കൊമ്പ് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കണ പോലെയും നമ്മളൊന്ന് ചെയ്തെടുക്കണ്ട കേട്ടോ. ഫൈനലി നമുക്ക് ഇങ്ങനെ കിട്ടണത് എത്രയും പ്രതീക്ഷിച്ചില്ല, അത്രയും ഭംഗിയായി കിട്ടുന്നു കേട്ടോ. ഇത് കണ്ട ആരും പീനട്ടിന്റെ തോട് വെച്ചിട്ട് ചെയ്താണെന്നും പറയില്ല കേട്ടോ. നെക്സ്റ്റ് വർക്ക് വന്നിട്ട് നമ്മൾ കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിൻ്റെ ആ ഫസ്റ്റ് ഒരു ലെയർ മാറ്റിയതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ അടുത്ത വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് കഷ്ടമുണ്ടായിരുന്നു. പിന്നെ നമ്മളിതുപോലത്തെ പീനട്ടിൻ്റെ ഷെൽസ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക, പിന്നെ മുകളിലേക്കായിട്ടും കൂടെ ഒന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിയിലേക്കായിട്ട് ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണെന്ന് നമുക്ക് ലാസ്റ്റ് ഞാൻ പറയാം. പിന്നെ നമ്മൾ ഇതിലേക്ക് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു കളറാണ് കേട്ടോ എടുക്കുന്നത്. 2 എണ്ണത്തിന് 2 കളറാണ് ചെയ്യുന്നത്. ഈ കളർ ഫുള്ളായി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇപ്പുറത്ത് ലാവൻഡർ കളറോടെ കൊടുക്കണം. ഇത് ഫുള്ളായി കൊടുത്തതിന് ശേഷം ഈ ഗ്യാപ്പ് വിട്ടതിന് ശേഷമുള്ള ആ ഒരു പീനട്ട് തോടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു 3 എണ്ണത്തിലും ചെയ്തെടുക്കുക. ഈ റൗണ്ട് അറ്റത്തേക്കായിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ പീനട്ടിൻ്റെ ഷെൽസൊക്കെ ഇതുപോലെ ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ കളർ ചെയ്യുക. ഈ ഒരു ഓറഞ്ച് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് നമ്മൾ ഈ ഓറഞ്ച് കളർ കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിന് ഒരു തണ്ടില്ലേ, ഈ ഒരു തണ്ടുകൂടെ നമ്മളിതിലേക്ക് എന്താ കൊടുക്കണം, വുളൻ ത്രെഡ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. തണ്ടായിട്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമാവാത്തതുകൊണ്ട് ഉള്ളിലേക്ക് നമ്മൾ ചെറുതായിട്ട് കോപ്പർ കളറൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇതുപോലത്തെ ഒരു തെർമോക്കോളിൻ്റെ വലിയൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അത്യാവശ്യം വലുപ്പമുള്ള പീസ് എടുത്ത് അതിലേക്ക് നമ്മൾ ഇതുപോലൊരു പിക്ചർ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ട്രീ ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ട്രീയുടെ കൊമ്പൊക്കെ നമ്മൾ കുറച്ച് കട്ടിയായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. മാർക്കർ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് വരച്ചതിന് ശേഷം നമ്മൾ പിന്നെ ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് നന്നായിട്ട് പെയിൻറ്റ് എഴുതിയിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് വർക്ക് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ പീനട്ടിൻ്റെ തോട് ഫുള്ളായിട്ട് നമ്മൾ കളർ ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഇവിടേക്ക് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് ചെറുതായി ചിരിച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ അടിവശത്തേക്കായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൊക്ക് ഭാഗത്തേക്ക് നമ്മൾ റെഡ് കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോ എടുക്കാൻ മറന്നു പോയിരുന്നു. പിന്നെ നമ്മൾ അടിയിലേക്കായിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ പൂക്കളൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഫൈനലി നമുക്ക് ഇങ്ങനെ കിട്ടി. പക്ഷേ എനിക്കിതൊന്നും ഒരു ഭംഗി തോന്നാത്തതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് ലൈറ്റ് പിങ്കിൻ്റെ ഒരു ഇലകളാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മരത്തിന് ഫുള്ളായിട്ട് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ട്രീ വരച്ച ടൈമിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചെയ്യാനുള്ള ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ നമുക്ക് വേഗം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പീനട്ടിൻ്റെ ഷെൽ വെച്ച 3 ക്രാഫ്റ്റും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ ഇതിൻ്റെ ഫൈനലി നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.